ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലപ്പോഴും ഒരു കാലാവസ്ഥയിൽ നിന്ന് മറ്റൊരു കാലാവസ്ഥയിലേക്ക് ചേഞ്ച് ആകുന്ന സമയത്ത് ഒരു ജലദോഷവും പനിയും ചുമയും ഉണ്ടാകുന്നത് വളരെ സാധാരണയാണ്. എന്നാൽ പലപ്പോഴും ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത കൊണ്ടും പലപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിലും ഈ ഒരു ചുമ ഒരു അക്യൂട്ട് ചുമയിൽ നിന്ന് ക്രോണിക് ചുമയിലേക്ക്, അതായത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 1.5 മാസം വരെ നീണ്ടു നിൽക്കുന്ന ചുമ ഇപ്പോഴത്തെ സീസണിൽ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ തണുപ്പ് കാലത്തിൽ നിന്നും ചൂട് കാലത്തിലേക്ക്, കടുത്ത വേനലിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു വരണ്ട ചുമ മുതൽ കഫമുള്ള ചുമ വരെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് പറ്റുന്ന ഒരു അപകടം എന്തെന്ന് പറഞ്ഞാൽ, പലരും സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഫ് സിറപ്പുകൾ വാങ്ങുന്നു, കുടിക്കുന്നു, ചെറിയ ഒരു ആശ്വാസം കിട്ടുകയും അവർ മൈൻഡ് ചെയ്യാതെ നടക്കുകയും ചെയ്യും. ഇത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് മുഖേന പല കേസുകളും സെക്കൻഡറി ചെസ്റ്റ് ഇൻഫെക്ഷൻ, സെക്കൻഡറി ബ്ലഡിൽ ഇൻഫെക്ഷൻ വരികയും കടുത്ത ന്യൂമോണിയ ബാധയാകുകയും ഇല്ലെങ്കിൽ കടുത്ത ശ്വാസമുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നതെല്ലാം ഈ സീസണിൽ വളരെ കോമൺ ആയിട്ടുള്ള കാഴ്ചയാണ്. ഒരു ചുമയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ചുമയാണ്. എന്നാൽ ഡോക്ടർമാരെ സംബന്ധിച്ച് ചുമയുടെ ഓരോ രീതിയും ഓരോ ഭാഗത്ത്, അതായത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനുണ്ടാകുന്ന അഫെക്ഷനാണ്. അത് കൃത്യമായിട്ട് ഈവൻ ചുമയുടെ ശബ്ദം കേട്ടാൽ പോലും ഞങ്ങൾ ഡോക്ടേഴ്സിന് തിരിച്ചറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമായിട്ടുള്ള അൽവിയോളൈ, അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു എയർ സ്പേസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മുതൽ നമുക്ക് ശ്വാസത്തിൻ്റെ വിൻ പൈപ്പ്, അതായത് ശ്വാസനാളത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തൊണ്ടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒപ്പം മൂക്കിലോ വായിലോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ചുമയായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുക. എന്നാൽ ചുരുക്കം ചിലരിൽ ആസിഡിറ്റി, വിട്ടുമാറാത്ത ആസിഡിറ്റിയും നമുക്ക് ചുമയുടെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് വരാം. എന്നാൽ സാധാരണ ഒരാൾക്ക് ചുമ ഏത് തരമാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഇത് പലപ്പോഴും ഇൻഫെക്ഷൻ കടുത്തതിന് ശേഷമായിരിക്കും ഒരു ഡോക്ടറെ കാണുക. എന്നാൽ ഓരോ തരത്തിലുള്ള ചുമയും ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ബാധിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ചില വഴികൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പലപ്പോഴും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ കാണുന്ന നെഞ്ചിൻ്റെ 2 ഭാഗങ്ങളിലും പിടിച്ചിട്ട് ഉണ്ടാകുന്ന ചെറിയ ചുമ. എന്നാൽ കുട്ടികളാണെങ്കിലും കണ്ടിന്യൂസ് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചുമയ്ക്കുന്ന സമയത്ത് കണ്ണുകൾ നിറഞ്ഞു വരുന്നു. ഇതോടൊപ്പം അവർക്ക് ചുമയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നെഞ്ചിൽ ചെവി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കഫം കുറുകുന്ന ഒരു ഒച്ച കേൾക്കുക. ഇത്രയും ലക്ഷണങ്ങളുണ്ട്. അതോടൊപ്പം അവർക്ക് ചെറിയ പനിയുമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ലോവർ ലങ്സിൽ, അതായത് ശ്വാസകോശത്തിൻ്റെ താഴത്തെ ഭാഗങ്ങളിൽ വരുന്ന, അതായത് അൽവിയോളർ സ്പേസിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. പലപ്പോഴും ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് ന്യൂമോണിയയുടെ ആരംഭമായിട്ട് കാണാറുണ്ട്. എന്നാൽ വളരെ കോമൺ ആയിട്ട് കുട്ടികൾ കാണുന്ന ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടലിൻ്റെ ലക്ഷണവും ഇത്തരത്തിൽ ചുമയായിട്ട് കാണാം. അത് കണ്ടിന്യൂസ് ചുമയല്ല. കുട്ടികൾ സംസാരിക്കുന്നതിനിടയിലോ ഇല്ലെങ്കിൽ ചുമയ്ക്കുന്നതിനിടയിലോ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഇത്തരത്തിൽ ഒരു 3 ചുമ. പലപ്പോഴും ഈ ചുമയ്ക്കുന്നതിൻ്റെ അവസാനം അല്പം കഫം പുറത്തോട്ട് വരുന്നത് കാണാം. ഇത് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ആസ്മയുടെ ടെൻഡൻസി അല്ലെങ്കിൽ ശ്വാസം മുട്ടലാണോ എന്ന് സംശയിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള ചുമ കുട്ടികൾ കിടക്കുന്ന സമയത്ത് അവർക്ക് നെഞ്ചിന് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് ചുമച്ചു എന്ന് വരാം. എന്നാൽ വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്ന ഫാരിഞ്ചൈറ്റിസ്, അതായത് തൊണ്ടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ ചുമയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പലപ്പോഴും ഇന്നുണ്ടാകുന്ന ജലദോഷം, നമുക്ക് മൂക്കടപ്പുണ്ടാകുന്നു, മൂക്കിൽ നിന്നും പുറത്തേക്ക് റണ്ണിങ് നോസ് വരുന്നു. ഇതേപോലെ തന്നെ ഇന്ന് ഈ ഒരു മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും തൊണ്ടയിലേക്ക് ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ട്രാക്ക് ഉണ്ട്. ഇതുവഴിക്ക് കഫം നമുക്ക് മൂക്കിൽ കൂടി പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ തൊണ്ടയിലേക്കും ഇറ്റിറ്റ് വിടാറുണ്ട്. പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്നാണ് മെഡിക്കലി ഇതിനെ പറയുക. സോ ഇങ്ങനെ തൊണ്ടയ്ക്ക്, അതായത് ജലദോഷം ബാധിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊണ്ടയ്ക്ക് ഇറിറ്റേഷനും ചുമയ്ക്കുന്നതിനും കാരണം ഇത്തരത്തിലുണ്ടാകുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ആണ്. പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം തോന്നുന്നു തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒച്ച ക്ലിയറാക്കാൻ നോക്കുകയും ഇല്ലെങ്കിൽ ചെറിയ ചുമ, ഇത്തരത്തിലുള്ള ചെറിയ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അടച്ചു പിടിച്ച് ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ കരകരപ്പ് മാറ്റാൻ ശ്രമിക്കുന്നത് ഫാരിഞ്ചൈറ്റിസിൻ്റെ അതായത് തൊണ്ടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷണമാണ്. എന്നാൽ ഈ ഒരു ലക്ഷണം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൽക്കണ്ടം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൽക്കണ്ടവും അല്പം ചുക്കും ചേർത്ത് നിങ്ങൾ തൊണ്ടയ്ക്ക് അലിയിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ മാറാൻ സഹായിക്കും. ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഞവരയില, അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിന് പരിസരത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഞവര അഥവാ പനിക്കൂർക്കയുടെ ഇല ചതച്ചിട്ട് അതിൻ്റെ ചാറെടുത്ത് അതോടൊപ്പം നിങ്ങൾ അല്പം തേനും അല്പം
ചുക്കിൻ്റെ ഇഞ്ചിയുടെ ചാറും ചേർത്ത് അവർക്ക് നൽകി നോക്കുക. അവർക്ക് മൂക്കടപ്പം, അവർക്ക് സെക്കൻഡറി ഒരു ചുമയിലേക്കോ റെസ്പിറേറ്ററി ഇൻഫെക്ഷനിലേക്കോ പോകാതെ ഇത് മാറുന്നത് കാണാം. അതായത് അവർക്ക് തൊണ്ടയ്ക്ക് വരുന്ന കടുത്ത ഇറിറ്റേഷൻ കൊണ്ട് അവർ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശക്തമായ ഒരൊറ്റ ചുമയ്ക്കുന്നത് കാണാം. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കി തൊണ്ടയുടെ ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചുമയ്ക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ കാണുന്നത് കുട്ടികൾക്ക് തൊണ്ടയ്ക്കുണ്ടാകുന്ന ഡ്രൈ കഫിൻ്റെ, അതായത് വരണ്ട ചുമയുടെ ലക്ഷണമാണ്. ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടാൽ പിന്നെ നിങ്ങൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ഒരു ചികിത്സ നൽകുക. കാരണം ഇത് തൊണ്ടയ്ക്കുണ്ടാകുന്ന വൈറൽ ഫാരിഞ്ചൈറ്റിസ്, അതായത് തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന വൈറസ് രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഡ്രൈ ആയിട്ടുള്ള ചുമ മാനേജ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആവി കൊടുക്കുന്നത് നന്നായിരിക്കും. അതായത് 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയിട്ട് ആവി എടുക്കുന്നത് തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡ്രൈ കഫ് മാറാൻ സഹായിക്കും. എന്നാൽ 2 ചുമ ഇത്തരത്തിൽ മൂന്നാമത്തെ ഒരു ചുമയിൽ അല്പം കഫം പോകുന്നു. ഇത് കുറച്ച്, അതായത് വിൻഡ് പൈപ്പിൻ്റെ, അതായത് ശ്വാസനാളത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണമാണ്. ഇത് നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ നല്ല കഫക്കെട്ടിലേക്കോ ഇല്ലെങ്കിൽ പലപ്പോഴും ഒരു ശ്വാസമുട്ടൽ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ശ്വാസമുട്ടലിലേക്കോ പോയി എന്ന് വരാം. എപ്പോഴും ചെയ്യുക, ഒരു ചുമ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി കുട്ടികൾക്ക് സ്വയം മരുന്ന് വാങ്ങിക്കൊടുത്ത് ചികിത്സ എന്നുള്ള രീതി ഒഴിവാക്കുക. ഇത്തരത്തിൽ ആവി എടുക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള ഒറ്റമൂലികളോ ഗുണം ചെയ്തു എന്ന് വരാം. മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മുതിർന്നവരിലും കാണുന്ന വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന ചുമയാണ്. പലപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ വരുന്നു, ചുമയ്ക്കുന്നു. രാത്രി നിങ്ങൾ ശക്തമായിട്ട് ചുമച്ചിട്ട് ഛർദ്ദിക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ ചുമച്ച് നിങ്ങൾ ഛർദ്ദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ശ്വാസകോശത്തിൻ്റെ കംപ്ലൈൻ്റ് ആവണമെന്നില്ല. വയറിനകത്തുണ്ടാകുന്ന ആസിഡിറ്റിയിൽ തൊണ്ടയ്ക്ക് ആസിഡ് മുകളിലേക്ക് വന്ന്, അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും, ഇത്തരത്തിൽ തൊണ്ടയിലേക്ക് ആസിഡ് വന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ഒരുപക്ഷെ കഴിച്ച ഭക്ഷണവും ഇല്ലെങ്കിൽ വെളുത്ത ഒരു പതയോടുകൂടിയ കഫമോ ഛർദ്ദിച്ചു എന്ന് വരാം. ഇത് അസിഡിറ്റി കൊണ്ടുള്ള ചുമയുടെ പ്രധാന ലക്ഷണമാണ്. എന്നാൽ ചുമയുടെ ശബ്ദം വളരെ നേർത്തിരിക്കുക, അതായത് ഇത്തരത്തിൽ ശ്വാസം എടുത്ത് ഒരു ശ്വാസം മുട്ടൽ വിമ്മിഷ്ടത്തോടു കൂടിയുള്ള ചുമ എപ്പോഴും ഒരു ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPDയുടെ ലക്ഷണമാണ്. ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ സാധാരണ കാണുന്നത് ഒരു പ്രായം കഴിഞ്ഞവരിലോ, അതായത് 50 വയസ്സുകൾ മുതൽ മുകളിലേക്കുള്ളവരിലോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത പുകവലി ശീലമുള്ളവരിലോ ആണ് ഇത്തരത്തിലുള്ള ചുമകൾ കാണുന്നത്. ഇത് നിങ്ങൾ ചികിത്സിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശ്വാസകോശത്തിൽ ഒരുപക്ഷെ പൾമണറി ഫൈബ്രോസിസോ ഇല്ലെങ്കിൽ കടുത്ത ന്യൂമോണിയ ബാധയിലേക്കോ പോയി എന്ന് വരാം. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈറൽ ബ്രോങ്കൈറ്റിസ്, അതായത് തൊണ്ടയ്ക്ക് വരുന്ന ഇപ്പോഴത്തെ ജലദോഷപ്പനിയുടെയും വൈറൽ ഫീവറിൻ്റെയും കൂടെ കാണുന്ന ഡ്രൈ കഫ് ഡീൽ ചെയ്യുന്നതിന് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഡ്രിങ്ക് ആയിട്ടുള്ള ചുക്ക് കാപ്പി വളരെ എഫക്റ്റീവാണ്. ചുക്ക്, അല്പം കുരുമുളക്, കരിപ്പട്ടി അഥവാ ചക്കര, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന തുളസിയില, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അല്പം ആടലോടകം എന്ന ചെടിയുടെ ഇല, ഇവയെല്ലാം ചതച്ച് നമുക്ക് ഒരു ചെറിയൊരു കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നത്, അധികം എരിവ് ഇല്ലാതെ കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് വൈറൽ ഫാരിഞ്ചൈറ്റിസ് ഡീൽ ചെയ്യാൻ വളരെയധികം സഹായിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ലഘുവായിട്ടുള്ള ഒറ്റമൂലികൾ ഒരിക്കലും കഫക്കെട്ടിനോ അത്തരത്തിലുള്ള കടുത്ത ചുമകൾക്കോ ഉപയോഗിക്കരുത്. പലരും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഒരു കഫക്കെട്ടിന് ഉപയോഗിച്ചിട്ട് ഒരുപക്ഷെ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുകയില്ല, നല്ല കഫക്കെട്ടിലേക്ക് പോയി എന്ന് വരാം. നെഞ്ചിൽ കഫമുണ്ടെങ്കിൽ എപ്പോഴും കഫം ഇളകി പോകാനുള്ള മെഡിസിൻസ് ആണ് നല്ലത്. എപ്പോഴും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടർ ഉണ്ട്, അതായത് കഫം ഇളകി പോകാൻ നമ്മെ നാച്ചുറലായിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആടലോടകത്തിൻ്റെ ഇല നിങ്ങൾക്ക് ചതച്ച് നിങ്ങൾക്ക് കാപ്പിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചേർത്ത് കഴിക്കുന്നതോ പലപ്പോഴും ഒരു നാച്ചുറൽ എക്സ്പെക്ടൻ്റ് ഉണ്ട്, കഫം ഇളകി പോകാൻ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ആൽബുമിൻ, അതായത് മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് കഫം പോകാൻ നല്ലതാണ്. അതിന് നിങ്ങൾക്ക് ഒരു നാടൻ മുട്ട അല്ലെങ്കിൽ സാധാരണ കാണുന്ന മുട്ട ഹാഫ് ബോയിൽഡ് ഫോം അഥവാ അരവേവാക്കിയിട്ട് നിങ്ങൾക്ക് അത് കഴിക്കുന്നത് നെഞ്ചിലുള്ള കഫം ലൂസ് ആകാനും കഫം പുറത്തേക്ക് പോകാനും ഒരുപാട് സഹായിക്കും. അപ്പോൾ വിവിധതരം ചുമയും അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.